ഹേ ഗായ്സ്, അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ BTM ലേഔട്ടിലുള്ള ഒരു കൊറിയൻ റെസ്റ്റോറന്റ് ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് സ്വീറ്റ് ആയിട്ട് എന്ത് കഴിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് നടക്കുവാണ് കേട്ടോ. സ്വീറ്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ബേക്കറി കയറിയിട്ട് ലഡു, ജിലേബി, മൈസൂർ പാക്ക് അങ്ങനെ എന്തെങ്കിലും ആണോ പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇന്ന് നമ്മുടെ പ്ലാൻ വാഫിൾസ് ട്രൈ ചെയ്യാനാണ്. ഈ വാഫിൾസ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പുറത്ത് പോയി ട്രൈ ചെയ്യണം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും അധികം സ്വീറ്റ്സ് ഒന്നും അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇങ്ങനെയുള്ള റെസിപ്പീസ് വല്ലതും റീൽസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ ഒരു കുട്ടിയുണ്ടല്ലോ. അങ്ങനെ വാഫിൾസ് നമ്മുടെ വീട്ടിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളും അതിന് ചെറിയ പാറ്റക്കെടുത്ത് നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത്തവണ നമ്മള് അത് പുറത്തുനിന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. ഇത് വാഫിൾസ് ആണ് കഴിക്കാൻ പോണെന്ന് അനുഷ്കയോട് പറഞ്ഞിട്ടുണ്ടായില്ല. സോ അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് കണ്ടേട്ടോ. അങ്ങനെ നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നമുക്ക് വേണ്ട കട കണ്ടു. ഇതല്ല കേട്ടോ. അയ്യോ, നമ്മുടെ കഥാനായകൻ ഉറങ്ങിപ്പോയല്ല. ഇപ്പൊ എഴുതേക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞിരുത്തിയത്? ഇപ്പൊ ഞങ്ങൾ കയറിയിരിക്കുന്നത് എവിടെയായിരുന്നല്ലേ? ബെൽജിയൻ വാഫിൾസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പുനേരിക്കട്ട എന്ന് പറഞ്ഞൊരു കഫേ കൂടി ഉണ്ടായിരുന്നേ. അപ്പൊ ബെൽജിയം വാഫിളിൽ പോയിട്ട് ഒരു ന്യൂട്ടല വാഫിൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു ചായയും ഒരു വടാപ്പവും കഴിക്കാതെ വിചാരിച്ചു. പുറത്തിറങ്ങിയിട്ട് കുറെ നേരമായല്ലോ. അപ്പൊ അതിന്റെ ക്ഷീണത്തിലാണ് നമ്മുടെ കഥാനായകൻ ഒന്നും വൈകി പോയത്. പക്ഷെ ചാടിച്ച് പാടി സെറ്റായി. നമുക്ക് ഇപ്പൊ വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് കഴിക്കാം എന്ന് തന്നെ തോന്നിയുള്ളൂ. അവിടെ ഒരുപാട് പേര് വന്നിട്ട് പല പല സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നെ കണ്ടിട്ട് വിചാരിക്കുന്ന ഞാനൊന്നും കഴിക്കുന്നില്ല. അപ്പുറത്തെ സാധനം അതായിരുന്നു അനുഷ്കയുടെ ഒരു ധൈര്യം. അപ്പുറത്ത് ന്യൂട്ടല്ല വാഫിൾസ് റെഡി ആക്കുന്നുണ്ടല്ലോ, ഞാൻ ഈ ചായക്ക് എന്തിനാ കുജിക്കുന്നേ എന്നായിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ബെൽജിയം വാഫിൾ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ന്യൂട്ടല്ല വാഫിൾ കൈ കിട്ടിരിക്കുകയാണ് ഗൈസ്. ഇനി പറയണ്ടല്ലോ, ആ വാഫിൾ പാക്ക് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. പിന്നെ ടേസ്റ്റ് ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അനുഷ്കയ്ക്ക് വേണ്ടിയാണ് വാങ്ങിച്ചെങ്കിലും ഞങ്ങളും അതിൽ നിന്ന് ഓരോ ബൈറ്റ് എടുത്തിട്ടോ. എന്റെ അമ്മയെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തോന്ന് അറിഞ്ഞൂടാ, ഭയങ്കര ടേസ്റ്റ് തോന്നിച്ചു. ബൈറ്റ് കൂടി തരുവാൻ ചോദിക്കാൻ തോന്നിപ്പോകും ഗൈസ്. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്തു, നമ്മൾ ചോദിച്ചില്ല. കാരണം നമ്മൾ രണ്ടുപേരും മധുരധികം കഴിക്കാറില്ല. നേരത്തെ പറഞ്ഞല്ലോ അത്. വയറ് പൊട്ടിച്ചിട്ടെ കാര്യം നോക്കണ വേണ്ട വേണ്ട പിന്നെ ഇനിയും വല്ല മധുരം വേണോ എന്ന് ചോദിച്ചാലാണ് ഒരു വിഷയം കൂടി പറ എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരെന്നും പറഞ്ഞ് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങള് ഇങ്ങനെ ഒരു മൊബൈൽ ആക്സസറീസ് ഷോപ്പിലൊന്ന് കയറിയായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഫോണിൽ പറ്റിയത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മളിപ്പോ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരി ഗൈസ്, അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീട്ടിൽ കാണാം. ബൈ.